അപ്പം ഞങ്ങൾ സ്കൂട്ടറൊക്കെ ദേ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്, ലുലുവിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ലുലു പോകുമ്പോഴത്തേക്കും ഞങ്ങൾ മെട്രോയ്ക്കാണ് പോവാറ്. 10 രൂപ കൊടുത്ത് നമുക്ക് ലുലു മള്ളിക്ക് എത്താം, അതുപോലെ ട്രാഫിക് ഒഴിവാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ലച്ചുവിന് ദാഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെയ്തായിരുന്നു അത് ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ അഭാരമാണ് അല്ലേ. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. ലച്ചു ഭയങ്കര സന്തോഷത്തിലേക്ക്. ലച്ചുവിനെ അങ്ങനെ ലുലു മള്ളിക്ക് കൊണ്ടുപോകല് വളരെ കുറവാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുള്ള സമയത്തൊക്കെ ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ തിരക്കാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകില്ല. അത് കഴിഞ്ഞപ്പോൾ ലച്ചുവിന് ഭയങ്കര സന്തോഷമാണെന്ന് പോകാനൊക്കെ ആയിട്ട്. പിന്നെ മാത്രമല്ല ലച്ചുവിന് ഒരു ക്രോക്സ് മേടിക്കണം, അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടാവുമല്ലോ. കുറേ ആയി പറയണം, അന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒബ്രോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അത് ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആദ്യം കാണുന്ന പോലെയാണ് കേട്ടോ എപ്പോഴും ലുലു മാളിൽ വരുമ്പോഴത്തേക്കും. അപ്പം ഇതേ നമ്മൾ നേരെ അങ്ങോട്ട് വേറെ ഒരു സാധനം പോലും നോക്കാൻ നിന്നില്ല. നേരെ നമ്മുടെ എയിം എന്താണ്, ലച്ചുവിന് ചെരുപ്പ് വാങ്ങാന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലച്ചു ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കാൻ മതി എന്നിട്ട് സമ്മതിക്കുകയും ഇല്ല. അപ്പം അതേ വലിയ ആൾക്കാർക്കൊക്കെ നല്ല പറ്റിയ കുറേ കളക്ഷൻസ് ലുലു മാളിലുണ്ട് കേട്ടോ. അപ്പം ഞാനതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നിനും നോക്കാൻ സമ്മതിക്കണ്ടായില്ല. ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ റേറ്റ് എത്രയും നോക്കട്ടെ, അതുപോലെ സമ്മതിക്കണ്ടായില്ല. നല്ല അടിപൊളി ചെരുപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലച്ചുവിനും അതെ കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതേ ക്രോക്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലച്ചുവിന് സൈസ് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായില്ല. ലച്ചുവിന് യെല്ലോ ഇഷ്ടപ്പെട്ടു, റെഡ് ഇഷ്ടപ്പെട്ടു, ഒരു പിങ്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ ഒന്നും സൈസ് ഇല്ല, ലച്ചുവിന് പറ്റിയതില്ല. കുഞ്ഞു കുട്ടികളുടെയും അല്ലെങ്കിൽ അവളുടെ ഇടയിലുള്ള സൈസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി, നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കംഫർട്ടായിരുന്നു. പിന്നെ ഈ ക്രോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസിൽ കിടക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നടന്നു നോക്കാൻ പറയണമായിരുന്നു. കണ്ട കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ഞാൻ അവിടെ തന്നെ ഇരുന്ന്, ഇവള് നോക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ വൈറ്റ് ആണ് കേട്ടോ എടുത്തത്. ചെയ്തിട്ട് പറഞ്ഞ് വൈറ്റ് ആണ് ലുക്ക്, നല്ല ഭംഗിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ഒരു വിധം സമ്മതിച്ച്. അവൾക്ക് അത് അഴുക്കാവോ എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അത് കുറേ ലച്ചുവിനൊരു സോക്സും കൂടെ വാങ്ങണമായിരുന്നു. പക്ഷെ സോക്സ് ഒന്നും നോക്കിയിട്ട് അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ചെയ്തിട്ട് എന്തേ ബില്ല് ചെയ്യാൻ നിൽക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ പോയി നോക്കിക്കൊണ്ട് നടക്കണേന്ന്. ഇവിടെ എന്തോ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എവിടെ നോക്കിയാലും ഇപ്പൊ ക്രിക്കറ്റ് ആണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കളിയും വെച്ചിട്ടുണ്ടായി. ചെയ്തുകൊണ്ടാണെങ്കിൽ അവിടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ ചെയ്തോട് വാ എന്ന് പറഞ്ഞാലേ അവിടെ നിന്ന് വരുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇനി എങ്ങോട്ടും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചെയ്തിട്ടാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൊന്ന് ചുമ്മാ കയറാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഇത് ഇവിടെ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അപ്പം ഈ വാച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തു. നല്ല അടിപൊളി വാച്ചായിരുന്നു കേട്ടോ, കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ ലച്ചുവിൻ്റെ ചെരുപ്പുണ്ടായിരുന്നല്ലോ, അപ്പം അതവിടെ കൊടുക്കണം. അപ്പം ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. കണ്ടിട്ട് ചെയ്തിട്ട് ഒരു വട്ടം ചോദിച്ചു നമുക്ക് കയറണോ. ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കാം എന്നും പറഞ്ഞ് നമ്മളവിടെ ദേ ബാഗൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദേ നമ്മളിവിടെ എന്തൊക്കെയുണ്ട് നോക്കണേ, ചെട്ടിനാട് ചിക്കൻ ബിരിയാണി, അങ്ങനെ കുറേ ഓഫർ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊക്കെ നിറച്ചു ആൾക്കാർ വരുന്നു കേട്ടോ. കുറേ നേരം നിന്നിട്ട് നമുക്ക് മടുത്ത് പോകുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് വാങ്ങണത് ഇപ്പം എന്തെങ്കിലും മേടിക്കാം, പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ, അത് ബില്ല് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നൊരു കാര്യം, ക്രീമി ചിക്കൻ പാസ്ത ഉണ്ടായിരുന്നു, അത് മേടിക്കാം, ഒരു വെജ് പുലാവും മേടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലായിടത്തൊക്കെ ഭയങ്കര തിരക്ക്. പിന്നെ ചെയ്ത് എന്തെങ്കിലും കറിയൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ ഞാനൊന്നും വേണ്ടാന്നുണ്ടല്ലേ ചെയ്ത് കണ്ട് അവിടെ ബില്ലടിക്കാൻ നിർത്തിയിട്ട് ഞാൻ ലച്ചും കൂടെ പുറത്തു വന്നിരുന്നു കേട്ടോ. കാരണം അത്രയും കുറേ നേരം നിൽക്കണം. ലച്ചു ആണെങ്കിൽ കാലുവേന എടുക്കണമെന്ന് എപ്പോഴേ പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ചെയ്ത് തന്നെ അവിടെ ഇട്ടിട്ട് ഞാൻ ലച്ചും കൂടെ കുറേ നേരം അവിടെ വന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് ഭാഗ്യത്തിനൊക്കെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദേ ചിക്കൻ പാസ്ത, ക്രീമി ചിക്കൻ പാസ്തയും പുലാവുമാണ് കേട്ടോ പറഞ്ഞത്. ഒന്നും പറയാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ പാസ്ത അടിപൊളി, ചിക്കനൊക്കെ എന്ത് സോഫ്റ്റ് ആയിരുന്നു എന്നറിയോ, വായിലിട്ടാ അലിഞ്ഞു, അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പാസ്ത. ചിക്കൻ അടിപൊളിയായിരുന്നു, പുലാവും അത് അടിപൊളിയായിരുന്നു. വെജ് പുലാവാണ് കേട്ടോ, എന്നാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ലച്ചുവിന് ആദ്യം പുലാവ്, എനിക്ക് പുലാവൊന്നും വേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പാസ്ത മാത്രം മതി എന്ന് പറഞ്ഞാൽ അതേന്ന് പിന്നെ പുലാവ് കഴിച്ചു നോക്കുന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടമായി. ഇപ്പം ദേ വേസ്റ്റൊക്കെ കൊണ്ടേ കളയാനൊക്കെ തന്നെ പോകാൻ തുടങ്ങി. പണ്ടെന്ന് വെച്ചാൽ ഒന്ന് കൊണ്ടേ കളയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര അമ്മ വരുമോ. ഇപ്പം വലിയ കുട്ടിയായല്ലോ, 5th ആയല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു മെച്യൂരിറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് എന്തോ വഴക്കിട്ടിരിക്കണേ, പക്ഷെ എന്താന്ന് ഞാൻ മറന്നുപോയി എന്തോ കാര്യത്തിന്. അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് പിസയും കൂടെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കഴിച്ചു. സത്യത്തിൽ നമ്മൾ വെറുതെ വരിക, ചെരുപ്പ് വാങ്ങുക, പോവുക, ഇത്രയും നമ്മുടെ ഇതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വീട്ടിൽ ചോറൊക്കെ ഇരിപ്പുണ്ടായി. അപ്പം ഇവിടെ ലുലുവിൽ വന്നാൽ അങ്ങനെയാണല്ലോ. അപ്പം അതേ ലച്ചിന് സ്റ്റെപ്പ് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതേ അതൊക്കെ നടന്നു.
പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ സേതുവേട്ടൻ എന്തേ ഇറങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിങ്ങനെ സേതുവേട്ടനാണെങ്കിൽ ചെന്നിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സേതുവേട്ടൻ നമുക്ക് വെൻഡിങ് മെഷീൻ എന്തെങ്കിലും മേടിക്കാം, അപ്പം അതൊരു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ ചെക്കന്മാർ ഇപ്പം ഉണ്ടായി, അവർക്കും കിട്ടിയില്ലായിരുന്നു. അറിയണില്ല ഇനി ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ മെഷീൻ കേടായിട്ടാണോ എന്നറിയില്ല. അതുകൊണ്ട് എല്ലാം ഫ്ലോപ്പായി. അത് ഞങ്ങൾ മെട്രോയിൽ കയറി തിരിച്ച് നമ്മൾ എത്തി. നമുക്ക് വണ്ടി എടുത്ത് പോകണമല്ലോ മെട്രോയിൽ. ഞങ്ങൾ കയറിയ സ്ഥലത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലച്ചുവിന് ഇരിക്കണ്ട, എനിക്ക് മെട്രോയിൽ തന്നെ പിടിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഇതേ പുതിയ ക്രോക്സ് ഒക്കെ ഇട്ട് നടക്കുകയാണ്. പഴയ ഷൂ ഒക്കെ എടുത്ത് എനിക്ക് തന്ന് ഞാനത് ബാഗിലിട്ട് അതാണ് പിടിച്ചുകൊണ്ട് നടക്കണത്. അപ്പം ഇതാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ ഒരുപാട് പരസ്യമുണ്ട് ഞങ്ങളുടെ ഇവിടെ. ഇതിപ്പോൾ അറിയപ്പെടുന്ന ബിഗ് ബോസ് സ്റ്റേഷൻ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസ് സ്റ്റേഷൻ